ഈ കഥയെന്നത് ഒരു മദ്യപാനിയുടെ ഒരു കഥയാണ്. ഈ കഥ അനേകമായി കേരളത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ഒരിടത്ത് 3 കൂട്ടുകാരന്മാർ ഉണ്ടായിരുന്നു. ഈ 3 കൂട്ടുകാരനിൽ ഒരുത്തൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. അങ്ങനെ ഇവൻ്റെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഇവനെ ഉപദേശിച്ചു. ഇവൻ നന്നാവാന്ന് അവർക്ക് വാക്കും കൊടുത്തു. എല്ലാ കുടിയന്മാരുടെ ഒരു പറച്ചിലാണ് ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ, ഞാൻ ഇനി കുടിക്കില്ല എന്നുള്ള പറച്ചിൽ. എന്തായാലും നിങ്ങൾ കഥ കണ്ടു നോക്കുക. ഞാൻ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ കഥാനായകൻ. ഇടവും വലവും നിൽക്കുന്നതാണ് അവൻ്റെ കൂട്ടുകാരന്മാർ. ഇവന്മാരാണ് ഇവനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓവറാക്കുന്നില്ല, ബാക്കി നിങ്ങൾ കണ്ടറിയുക. അവന്റെ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടായിരുന്നു. നല്ല പടം. ഇത്തിരി കൂടി ഗെറ്റപ്പാവുണ്ടോ? അത് 7 മാസമുണ്ടോ? 3-ാം മാസമാണെന്ന് അവസാനം എഴുതി കാണിക്കുന്നത്. കഥ ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറയുമെന്ന് വെച്ചേ കാര്യം പറഞ്ഞ മദ്യപാനം നിർത്തണ മദ്യപാനം നിർത്താം. എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. പിന്നല്ലാതെ മദ്യപാനം അല്ലേ ആറ്റിറ്റ്യൂഡ് ഇതല്ലേ പറയുന്നത്. അതൊക്കെ തന്നെ. അത് മാത്രമല്ല, ലഹരിയുടെ പുറത്ത് നീ എന്തൊക്കെയാ കാണിക്കുന്നത്. മെനഞ്ഞത് തന്നെ പാലയുടെ പുറത്തുനിന്ന് എന്നെ കിട്ടിയത്. അതെ, ആ ഒരു ഇതിന് ഞാൻ ചെയ്തു പോകുന്നത് ആയില്ലടാ. കണ്ടേതോ ഒരു പെണ്ണങ്ങാട്ട് തേച്ചെന്ന് പറഞ്ഞ് 27 മണിക്കൂർ കള്ളും കൂടി അന്ന് കൊടി തുടങ്ങിയതാ. അവള് തേച്ചിട്ട് പോയതിന്റെ നീ വീട്ടുകാരെ നീ അവളെ ഒത്തിരിക്കണം. നീ നന്നാവും. അടാ നീ കൂടെ പറയണോ, ഉപദേശിക്കണോ? ഞാൻ പറഞ്ഞത് എന്നീ കുറെ ഫ്രണ്ട്സ് ഉണ്ടോ അവന്മാരിത് നിർബന്ധിച്ച്. അത് അന്നില്ല, ഇപ്പൊ ഇല്ലല്ലോ അവന്മാരൊന്നും. അല്ല, അന്ന് തുടങ്ങിയതാണ്. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഞാൻ ഓരോട്ടെ കുടിച്ചോളും. പിന്നെ എനിക്കത് ഡെയിലി ഇടയ്ക്കിടയ്ക്ക് കുടിക്കണമെന്നൊരു തോന്നുന്നു. പിന്നെ പൈസ കിട്ടുമ്പോൾ ഞാൻ പോയി സാധനം മേടിച്ച് കുടിക്കും. ഈ ഒരു കാര്യം ഇന്ന് പോയി നിർത്തി തുറന്ന് സത്യം ചെയ്ത് അന്ന് നിർത്തിയ എനിക്കന്ന് ഭ്രാന്ത് പിടിക്കൂടാ. ഭ്രാന്ത് പിടിക്കുന്നേ ഇന്ന് പോലും നിർത്തി സത്യം ചെയ്യും. ഇന്ന് പോലും മദ്യം തുറക്കില്ല. സത്യം ഇനിയെങ്കിലും നീ മദ്യമാണ് നിൽക്കുക. സത്യം ചെയ്യും. ഇനി മുതൽ ഞാൻ മദ്യപാനും ലഹരി കൈകൊണ്ട് തോന്നില്ല. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. ശ്രമിച്ചാ പോരാ, ശ്രമിക്കണം. കേട്ടോളിയാ. നിങ്ങളുടെയൊക്കെ കൂടെ നിങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. നേരത്തെ നിന്റെ കൂടെ ഞാൻ കാണത്തില്ലല്ലോ. ഞാൻ ഇതിന്റെ പുറയിലല്ലേ. ഞാൻ ശ്രമിക്കും, നന്നാവാൻ ശ്രമിക്കുക. നിങ്ങളെ പോലെ ഒരു കൂട്ടുകാരൻ കിട്ടിയത് സന്തോഷമല്ലേ. നന്നായില്ലെങ്കിൽ എന്താ വേണം നമ്മള്? അത് നമുക്ക് പിന്നെ ആലോചിക്കാം. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ നന്നായിക്കോളാം. എടാ അർജുനെ, നീ എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ ചുമ്മാ കാറ്റുള്ള തണുത്ത കാറ്റൊക്കെ ഉണ്ട്. നീ എന്തിനാ വന്ന്? എടാ ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു. വീട്ടുകാർ പറഞ്ഞു നീ ഇവിടെ കാറ്റ് കൊള്ളാൻ. നീ എന്തായാലും ഇപ്പൊ എന്തിനാ വന്നേ? എടാ നമ്മൾ ഇന്നലെ അവനെ ഉപദേശിച്ചു വിട്ടില്ല. അരവിന്ദന് നമ്മളവനെ ഉപദേശിച്ച സമയം ഉണ്ടായിരുന്നെങ്കിൽ ജോലിക്ക് 10 കാശെങ്കിലും ഉണ്ടാക്കിയത്.
അതിനിപ്പോ എന്തോടെ കാര്യം? അവൻ നന്നായി കാണുമായിരിക്കുമല്ലോ. എടാ അവൻ നന്നാകത്തില്ല. അവൻ വീട്ടിൽ അടി ഉണ്ടാക്കി വെള്ളം അടിച്ച് പാറട ഉണ്ടാക്കി പോടാ. ശേ എടാ അന്നാ നമുക്കൊന്ന് പോയി നോക്കിട്ടില്ലേ? എന്തിനാ പിന്നെ ഉപദേശിക്കാം? അങ്ങനെ പാടാ, നമ്മുടെ കൂട്ടുകാരനല്ലേ. നന്നാവണമെന്നില്ല. നന്നാവണമെന്നില്ല. നന്നാവേ നീ കള്ളുകൂടി നിർത്തിയതല്ലേ പറഞ്ഞടാ. നിർത്താൻ പറ്റത്തില്ല. പറഞ്ഞാലും കേൾക്കത്തില്ല. ജീവനാണ്. ഇനി കുപ്പിയൊന്നും വേണ്ട. കള്ളം കുടിച്ച് നടന്നോ? നമ്മളിനി ഇവിടെ ഇല്ല. ഇനി വേണ്ട. അവിടെ കടന്നു.
അങ്ങനെ നമ്മുടെ കഥാനായകൻ ഇതോടുകൂടി നന്നായെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതേപോലുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പിന്നെ ഏത് മദ്യപാനിയും മദ്യം നിർത്തും. ഓർക്കുക, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ജീവിച്ച് തീർക്ക്. എന്തിനാണ് ഈ മദ്യങ്ങൾ വാങ്ങി കുടിക്കുന്നത്? അത് കുടിച്ചിട്ട് എന്താണ് നേട്ടം? നമുക്ക് വേണ്ടി സുഹൃത്തുക്കളോ വീട്ടുകാരോ നാട്ടുകാരോ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. മദ്യത്തിനോടും ലഹരിയോടും വിട പറയുക. ആരോഗ്യത്തോടെ ജീവിക്കൂ. ആൽക്കഹോൾ ഈസ് ഇഞ്ചുറീസ് ഹെൽത്ത്.